അപ്പൊ തുടങ്ങാല്ലേ? പുറത്തുനിന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇന്ന് താജ്മഹൽ ബന്ധാണ്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പൊ താജ്മഹലില്ല, പുറത്ത് കാണാൻ പറ്റുന്നൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങനെ എഴുന്നേറ്റപ്പോ തന്നെ 11 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ചെന്ന് കയറിയത് ഒരു ധാബയിലാണ്. പിന്നെ ഒന്നും പറയണ്ടല്ലോ ഗൈസ്, അവിടെ ചെന്നപ്പോ എന്തോ കണസാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ബിരിയാണി ബുക്ക് ചെയ്തു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് ബില്ല് വന്നപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഒരു ബിരിയാണിക്ക് 250 രൂപ കിട്ടിയാ ഇല്ല ചോദിച്ചു. അങ്ങനെ കിട്ടിയതും പിടിച്ച് നേരെ നമ്മൾ വണ്ടി എടുത്ത് നേരെ വിട്ടുട്ടോ. പോണ വയ്ക്ക് എന്താ പുള്ളി ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹിന്ദി തന്നെ. അങ്ങനെ നമ്മൾ മലയാളികളോടെ പുള്ളിയൊക്കെ നമ്മൾ വിട്ടെടുക്കോ, കട്ടക്കങ്ങ് പിടിച്ചു. അപ്പൊ പോണ വയ്ക്ക് സ്റ്റുഡിയോ കാണാനുണ്ടോ. റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ യുദ്ധം ശരിക്കും മനസ്സിലാക്കി. ഇതേപോലത്തെ അറാമ്പറപ്പ് സാധനങ്ങൾ ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പോണ വയ്ക്ക് അങ്ങനെ താജ്മഹലിന്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ കണ്ടുട്ടോ. ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ. ഇത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ കമന്റ്. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഫസ്റ്റ് സ്ഥലം ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവർ നമ്മളിവിടെ ആക്കിവിട്ടിട്ട് ബൈ പറഞ്ഞ് പോയിട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പ്ലാനിൽ ഉണ്ടായിരുന്ന സാധനമാണ് റെഡ് ഫോർട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോഴാണ് ഈ കാഴ്ച. ഫോറിനേഴ്സിന് 550 നമുക്ക് 50 രൂപ ഉള്ളൂ കേട്ടോ. അങ്ങനെ ടിക്കറ്റ് മേടിച്ച് നമ്മൾ എൻട്രൻസ് കൂടെ അകത്ത് കയറിട്ടോ. അകത്ത് കയറിയപ്പോൾ തന്നെ അടിപൊളി ഫീൽ ആയിരുന്നു. ഈ കൊട്ടാരത്തിന്റെ ചരിത്രങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയില്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ഹിസ്റ്ററി പഠിച്ച ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന കേട്ടോ. അകത്ത് കയറിയപ്പോൾ തന്നെ ഒരുപാടധികം ടൂറിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാടധികം ചരിത്രം പറഞ്ഞിട്ടുള്ള കൊട്ടാരമാണിട്ടത്. വളരെയധികം പ്രത്യേകത നിറഞ്ഞ കൊട്ടാരം പുറത്തുനിന്ന് കാണാൻ വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. ഈ കൊട്ടാരത്തിന്റെ ഏത് ആംഗിളിൽ നിന്നാലും നല്ലധികം ഫോട്ടോസ് കിട്ടും. ഈ കൊട്ടാരത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഗൈഡിനെ വിളിക്കാൻ പറ്റും. അങ്ങനെ അരമണിക്കൂർ തോറും കറക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ഭാഗത്ത് എത്തിയത്. ഈ ഭാഗത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒറ്റ കാഴ്ചയിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാം. ഈ കൊട്ടാരത്തിന്റെ 20% മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി 70% ഗവൺമെന്റിന്റെ കയ്യിലാണ്. അങ്ങനെ ഈ കൊട്ടാരത്തിന്റെ മുകളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിന്റെ പ്രതി കാണാൻ പറ്റും. അങ്ങനെ അവിടെ കുറച്ചേരം ചുറ്റിക്കറങ്ങി നമ്മൾ ഇതിനകത്തോട്ട് കയറി. ഇതൊരു നമസ്കാര മുറിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇതൊരു നമസ്കാര സ്ഥലമായിരുന്നു. ഈ നമസ്കാര സ്ഥലം ഫുള്ളും മാർബിൾ കൊണ്ടാണ് പണിതിരിക്കുന്നത് കേട്ടോ. വളരെ പഴക്കം ചെന്ന വളരെ വിലപിടിപ്പുള്ള മാർബിളുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ നേരെ ഓട്ടോ വിളിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ. അപ്പൊ ഇതുവരെയ്ക്ക് ഫോളോ ചെയ്തില്ലേ? ഫോളോ ചെയ്യ്.